ഏവം ഭൂതമനുജ്ഞത നവസുധാ നിഷ്യന്തസന്തോഹനം ത്വദ്രൂപം പരജിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം സദ്യ പ്രേരയതേ മതിം മദയത്തെ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യപി ശീതബാഷ്പവിസരൈ ആനന്ദമൂർച്ഛോദ്ഭവൈ. ഭക്തിയുടെ മഹത്വമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ പോകുന്ന ശ്ലോകങ്ങളിലൊക്കെ ഉള്ളത്. ആ ഭക്തിയുടെ മഹത്വം, ഭഗവാനെക്കുറിച്ചുള്ള ആ മഹത്വം എന്തെല്ലാമാണ് ഒരു ഭക്തനിൽ ഉണ്ടാക്കുക, എന്ത് വികാരമാണ് ഒരു ഭക്തനിൽ ഉണ്ടാക്കുക എന്ന് ഈ ശ്ലോകം വിവരിക്കുന്നുണ്ട്. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. ഏവം ഇപ്രകാരം ഭൂതമനോജ്ഞത നവസുധാ നിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം. ത്വദ്രൂപം അങ്ങയുടെ രൂപം. അങ്ങയുടെ രൂപം എങ്ങനെയുള്ളതാണ്? ഇപ്രകാരം. ഏവം ഭൂതമനോജ്ഞം. ഇപ്രകാരം, ഭൂതം എന്ന് പറയുന്നത് ഭവിച്ചത് എന്നർത്ഥം. ഇപ്രകാരം എല്ലാം ഇരിക്കുന്ന മനോജ്ഞത നവസുധ. മനോജ്ഞത വെച്ചാൽ സൗന്ദര്യം. ആ സൗന്ദര്യമാകുന്ന നവ പുതിയ സുധ അമൃത്, അതിൻ്റെ നിശ്യന്തം പ്രവാഹം. അമൃത നിശ്യന്തം കൊണ്ട് മനോഹരമായിട്ടുള്ളതാണ്. അങ്ങയുടെ രൂപം എങ്ങനെയുള്ളതാണെന്ന് ചോദിച്ചാൽ സൗന്ദര്യമാകുന്ന അമൃതപ്രവാഹം കൊണ്ട് മനോഹരമായിട്ടുള്ളതാണ്. അതിന് മുമ്പത്തെ ശ്ലോകത്തിൽ പഠിച്ചു നമ്മൾ. സൗന്ദര്യോത്തരതോവി സുന്ദരതരം പഠിച്ച ഓർമ്മയുണ്ട്. അതേ ആശയം തന്നെയാണ് ഇവിടെ വരുന്നത്. അങ്ങയുടെ രൂപം എങ്ങനെയുള്ളതെന്ന് വെച്ചാൽ സൗന്ദര്യമാകുന്ന അമൃത്. ആ അമൃതിൻ്റെ ഒരു ഒഴുക്കാണ്, ഒരു പ്രവാഹമാണ് അങ്ങയുടെ ത്വദ്രൂപം. പിന്നെ അത് പരജിത് രസായനമയം. ചിത്തത്തെ രസിപ്പിക്കുന്ന രസായനമയമായിട്ടുള്ളതാണ്. മനസ്സിനെ രസിപ്പിക്കുന്ന ഒന്നായി ആണെന്ന് അർത്ഥം. മനസ്സിനെ ആഹ്ലാദം ഉണ്ടാക്കി തീർക്കുന്ന ഒന്നാണ് ത്വദ്രൂപം. ചേതോഹരം. ചേതസ് മനസ്സ്, അതിനെ ഹരിക്കുന്നത്. ചേതസ്സിനെ ഹരിക്കുന്നത് വെച്ചാൽ മനസ്സിനെ ആകർഷിക്കുന്നത്, മനോഹരം എന്നർത്ഥം. മനോഹരമായിട്ടുള്ളതുമാണ്. അങ്ങനെയുള്ള ത്വദ്രൂപത്തെക്കുറിച്ച്, അങ്ങയുടെ രൂപത്തെക്കുറിച്ച് ശൃണ്വതാം, ശ്രവിക്കുന്നവർക്ക്. ശൃണ്വതാം എന്നതിനർത്ഥം ശ്രവിക്കുന്നവർക്ക്, കേൾക്കുന്നവർക്ക്. അങ്ങയുടെ മനോഹരമായ ആകർഷകമായ ആ രൂപം അമൃതതുല്യമാണ്. അമൃതതുല്യമായ ആ രൂപത്തെക്കുറിച്ച് ആരെല്ലാമാണോ കേൾക്കുന്നത് അവർക്കൊക്കെ എന്തുണ്ടാവുന്നു? സദ്യ പ്രേരയതേ. പെട്ടെന്ന് എന്നാണ് സദ്യ എന്നുള്ള വാക്കിനർത്ഥം. പെട്ടെന്ന്. പ്രേരയതേ, ഒരു പ്രേരണ ഉണ്ടാവുന്നു, ഒരു ഉന്മേഷം ഉണ്ടാവുന്നു. പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു മാനസികമായ അവസ്ഥയാണ് സദ്യ പ്രേരയതേ. പിന്നെന്താ ചെയ്യുന്നത്? മതിം മദയതേ. മതിച്ച ബുദ്ധിയാണ്. ആ ബുദ്ധിയെ മതിപ്പിക്കുക, ലഹരി പിടിപ്പിക്കുക. ബുദ്ധിയെ ആനന്ദവിവശമാക്കുക. ആനന്ദത്തിൻ്റെ ലഹരിയിൽ ആറാടിക്കുക. ആദ്യം ഉണ്ടാകുന്ന വികാരം മനസ്സിനെ ഉന്മേഷം കൊള്ളിക്കലാണ്. ആ നാമം അങ്ങനെ സംഗീത അങ്ങയുടെ വധു കാണുമ്പോൾ ആനന്ദം കൊണ്ട് നമ്മുടെ എന്തായിത്തീരുന്നു? ഉന്മിഷത്താകുന്നു. അപ്പോൾ ധ്രുവൻ തപസ് ചെയ്തിട്ട് അവസാന സമയത്ത് ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതുവരെ ധ്രുവൻ്റെ മനസ്സിലായിരുന്നു ഭഗവാൻ ഉണ്ടായിരുന്നത്. ഭഗവാന്റെ വെളിച്ചം മനസ്സിലുണ്ടായിരുന്നു. ആ ഭഗവാൻ മുന്നിലങ്ങ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഉള്ളിലെ ഈ പ്രകാശം പോയി. പെട്ടെന്ന് മുന്നിൽ പ്രകാശം കാണുകയാണ്. അവിടെ ധ്രുവനുണ്ടായ ആ അവസ്ഥയാണ് ഇവിടെ വിവരിക്കണം. അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം.
സദ്യ പ്രേരയതേ, പെട്ടെന്നൊരു ഉന്മേഷമാണ്, പെട്ടെന്നാണ് ഉണ്ടാകും. മതിം മതയതേ, മനസ്സ് മതി, ബുദ്ധി, മനസ്സ് മതയതേ, ആനന്ദം കൊണ്ട് അങ്ങനെ ലഹരി പിടിക്കുക, ആനന്ദമത്തമാവുക. സദ്യ പ്രേരയതേ മതിം മതയതേ രോമാഞ്ചയതി അംഗകം. അംഗകച്ച ശരീരം, ശരീരം രോമാഞ്ചം കൊള്ളുന്നു. അംഗം അവയവം നടത്തും, അംഗകച്ച ശരീരം, ശരീരം രോമാഞ്ചം കൊള്ളുന്നു, രോമാഞ്ചം പുളകിതമാകുന്നു. പുളകം എന്ന് പറഞ്ഞാൽ രോമാഞ്ചം പറഞ്ഞത് അർത്ഥം ഒന്ന് തന്നെ. അപ്പോൾ പുളകിതമാവുകയാണ് ശരീരം. അപ്പോൾ ഇത് ഈ പുളകം ഉണ്ടാവണമെങ്കിൽ, രോമാഞ്ചം ഉണ്ടാവണമെങ്കിൽ അത് എപ്പോഴാണ് രോമാഞ്ചം ഉണ്ടാവുക? മാനസികമായി സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് രോമാഞ്ചം ഉണ്ടാവും. അതാണ് ഈ രോമാഞ്ചം എന്ന് പറയുന്നത്. മനസ്സിന് സന്തോഷം ഉണ്ടാകുമ്പോഴേ രോമാഞ്ചം ഉണ്ടാവുള്ളൂ. നല്ല തണുപ്പുള്ളപ്പോഴും രോമാഞ്ചം ഉണ്ടാവില്ലേ? ശരീരത്തിൻ്റെ രോമങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കുകയാണ് രോമാഞ്ചം. പണ്ട് ശങ്കരക്കുറുപ്പ് മഹാകവിയോട് ചോദിച്ചു ഒരാൾ, അങ്ങ് എന്താണ് ഇപ്പോൾ കവിത ഒന്നും എഴുതാറില്ലല്ലോ, എന്താണ് എഴുതാത്തത് എന്നൊരു ചോദ്യം ചോദിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു രോമുണ്ട് എന്നുള്ളത് കൊണ്ട് രോമാഞ്ചം ഉണ്ടായിക്കൊള്ളുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു. അതായത് എന്താ അതിൻ്റെ അർത്ഥം? രോമാഞ്ചം ഉണ്ടാവുമെങ്കിൽ ശരീരത്തിന് രോമം ഉണ്ടായതുകൊണ്ട് മാത്രമായില്ല, അതിന് തക്ക ഒരു അനുഭവം മനോമണ്ഡലത്തിൽ ഉണ്ടാവണം. അങ്ങനെ മനോമണ്ഡലത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ രോമാഞ്ചം ഉണ്ടാവൂ. ഇപ്പോൾ കുചേലൻ ദ്വാരകയിലേക്ക് ചെന്ന സമയത്ത് രോമാഞ്ചക്കുപ്പായം ഈഴനായി ചെഞ്ചമ്മേ എന്ന് വർണ്ണിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണനെ ദ്വാരക കണ്ടപ്പോൾ തന്നെ കുചേലന് എന്താണ്ടായത്? ഭക്തിപരവശവനായ കുചേലന് രോമാഞ്ചക്കുപ്പായം ധരിച്ച എന്താ? രോമാഞ്ചമുണ്ടായി. അപ്പോൾ ഭക്തനായ ഒരാളാണ് എങ്കിൽ ഭഗവത് സ്വരൂപം കാണുമ്പോഴേക്കും അയാൾക്ക് ഈ വികാരങ്ങളുണ്ടാവും. ഏത് വികാരങ്ങൾ? ഉന്മേഷമുണ്ടാവുന്നു, ഭക്തിയിൽ അയാൾ അങ്ങനെ ഉന്മത്തനാവുന്നു, രോമാഞ്ചം കൊണ്ട് അയാൾ രോമാഞ്ചമുള്ളവനാകുന്നു. മതിം മതയതേ രോമാഞ്ചയത്യംഗകം. കഴിഞ്ഞില്ല. വ്യാസിഞ്ചത്യപി ശീതബാഷ്പനികരൈ ശിഖരൈ. ശീതബാഷ്പം, ശീതച്ച തണുത്ത ബാഷ്പം, കണ്ണുനീര്, തണുത്ത കണ്ണുനീരാണ്. ആ കണ്ണുനീര് വർഷിക്കുക ചെയ്യുക. വ്യാസിഞ്ചത്തി, വർഷിക്കുന്നു, തണുത്ത കണ്ണുനീര് വർഷിക്കുന്നു. ചുടുകണ്ണുനീരല്ല കേട്ടോ. ചുടുകണ്ണുനീര് ദുഃഖം ഉണ്ടാകുമ്പോഴേക്ക് ചുട്ട കണ്ണുനീരുണ്ടാവും. നേരെ മറിച്ച് സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കണ്ണുനീരുണ്ടാവും. ആ കണ്ണുനീര് എങ്ങനെയുള്ളതാണ്? ശീതബാഷ്പം. ആ ശീതബാഷ്പ ശിഖരൈ, ആ ശീതബാഷ്പങ്ങളെ കൊണ്ട് ആറാടുന്നു, അത് ആറാടി അല്ലെങ്കിൽ വർഷിക്കുന്നു. വ്യാസിഞ്ച വർഷിക്കുക. അത് പിന്നെ ആനന്ദമൂർച്ഛ ഉണ്ടാവുന്നു. ആനന്ദമുണ്ടത് മൂർച്ഛ മോഹാരസ്യ. ആനന്ദമൂർച്ഛ ഉണ്ടാവുന്നു. പരമാനന്ദത്തിൽ മുഴുകിയിട്ട് മോഹാരസ്യാവസ്ഥയിലെത്തുന്നു. അപ്പോൾ ഭക്തനുണ്ടാകുന്ന ഭാവഭേദങ്ങളാണ് ഈ വിവരിച്ചത്. നാരദ ഭക്തി സൂത്രത്തിൽ അതിങ്ങനെ വിവരിക്കുന്നുണ്ട്. യത് ജ്ഞാത്വ മത്തോ ഭവതി സ്തബ്ധോ ഭവതി ആത്മാരാമോ ഭവതി. ഈ ഭഗവാനെ കുറിച്ചുള്ള സ്തുതി കേട്ടാലോ രൂപം കണ്ടാലോ എന്തുണ്ടാവുന്നു എന്നാണ് പറയുന്നത്? സ്തബ്ധോ ഭവതി, പെട്ടെന്ന് സ്തബ്ധനാവും. പെട്ടെന്ന് സ്തബ്ധനാവുക വെച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്നൊരവസ്ഥയാണ് സ്തബ്ധാവസ്ഥ. സ്തബ്ധനാവും. മാത്രമല്ല സ്തബ്ധോ ഭവതി മത്തോ ഭവതി. മത്തൻ, ലഹരി പിടിച്ച പോലെയാവും. മത്തോ ഭവതി. പിന്നെ ആത്മാരാമോ ഭവതി. ആത്മാരാമം എന്ന് വെച്ചാൽ തന്നിൽ തന്നെ സന്തോഷിക്കുന്നവനായി തീരുക. ഭഗവാനെ ഉള്ളിൽ കണ്ട് ഭഗവാനിൽ തന്നെ തന്നിൽ തന്നെ സന്തോഷിക്കുന്നവനായിട്ട് തീരുന്നു എന്ന് നാരദ ഭക്തി സൂത്രത്തിൽ പറയുന്നുണ്ട്. ആ ആശയം തന്നെയാണ് ഇവിടെ പറയുന്നത്.
അപ്പോൾ ഭക്തൻ്റെ അവസ്ഥാഭേദമാണ് ഇവിടെ ശരിക്കും വിവരിക്കുന്നത്. നാരദ ഭക്തി സൂത്രത്തിൽ ഇനിയും പല സൂത്രങ്ങളെ കൊണ്ട് അത് വിവരിക്കുന്നുണ്ട്. 19 സൂത്രങ്ങളുണ്ട് അതിൽ. ആ സൂത്രങ്ങളിൽ ഒന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ കുറേ കാര്യങ്ങളുണ്ട്. ആദ്യത്തിൽ അദ്ദേഹം പറയുന്നത് ഈ ഭക്തി എന്ന് പറയുന്നത് പ്രേമരൂപാച എന്ന് പറയുന്നത്. ഭക്തി എന്താ? അതിനൊരു നിർവചനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് പ്രേമമാണ്. ആരോടുള്ള പ്രേമം? ഭഗവാനോടുള്ള പ്രേമം. അപ്പം സാധാരണ പ്രേമത്തിൽ നിന്ന് എന്താ വ്യത്യാസം അതിന്? സാധാരണ നമുക്കിപ്പം മകനോടുള്ള പ്രേമം, ഭാര്യയോടുള്ള പ്രേമം എന്നൊക്കെ പറയാറുണ്ടല്ലോ. അവിടെയൊക്കെ ആ പ്രേമം എന്നുള്ള വാക്കിന് അർത്ഥം എന്താണ്? ഭഗവാനോടുള്ള പ്രേമം എന്നുള്ളതിന് എന്താ അർത്ഥം? അല്ല, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പ്രേമത്തിന് കൊടുക്കലും വാങ്ങലും ഉണ്ട്. ഞാൻ അങ്ങോട്ട് പ്രേമിക്കുന്നു, ഇങ്ങോട്ടും പ്രേമിക്കുന്നു എന്നുള്ള ഒരു കൊടുക്കൽ വാങ്ങലുണ്ട്. ഭഗവാന്റെ നേരെയുള്ള പ്രേമത്തിന് അങ്ങനെ ഒന്നുണ്ട്. അതിന് കൊടുക്കൽ വാങ്ങലില്ല. അത് ഏകമുഖമായിട്ടുള്ളൊരു പ്രവാഹം. അതെ, ഏകമുഖമായിട്ടുള്ള ഒരു പ്രവാഹമാണ് ഭഗവാനോടുള്ള പ്രേമം എന്ന് പറയുന്നത്. അതാണ് ശരിക്കും ഭക്തി. അതാണ് ആദ്യ നാരദ ഭക്തി സൂത്രം തുടങ്ങുന്നത്. പ്രേമരൂപാച സാത്വസ്മിൻ പ്രേമരൂപാച എന്നാണ് തുടങ്ങുന്നത്. അത് പ്രേമരൂപത്തിലുള്ളതാണ്. പിന്നെ അദ്ദേഹം വിവരിക്കുകയാണ് ആ പ്രേമത്തിൻ്റെ അവസ്ഥാഭേദങ്ങളെക്കുറിച്ച് വിവരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. തദ്ഭവതി നൃത്തം ഭവതി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് നൃത്തം ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് സൂത്രങ്ങളിൽ. ഇപ്പം രാമകൃഷ്ണ പരമഹംസനൊക്കെ അങ്ങനെ ചെയ്തു എന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹം പൂജിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭക്തി ഉന്മത്തനായിട്ട് എഴുന്നേറ്റ് നിന്ന് പൊട്ടിച്ചിരിക്കുക, പൊട്ടിക്കരയുക, നൃത്തം ചെയ്യുക എന്നൊക്കെ ചെയ്തിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരന്മാർ എഴുതി വച്ചിട്ടുണ്ട്. ഇതൊക്കെ ഭക്തിയുടെ അവസ്ഥാഭേദങ്ങളാണ്. ഇത് കണ്ടാൽ സാധാരണ ഭ്രാന്തനാണെന്ന് പറയും ആളുകൾ. ആരാണ് ഈ രാമകൃഷ്ണ പരമഹംസരെ സാധാരണക്കാർ ഭ്രാന്തൻ എന്നാണ് ആദ്യം വിളിച്ചിരുന്നത്. കാരണം ഇതൊക്കെ ഭ്രാന്തൻ്റെയും വകഭേദങ്ങൾ തന്നെയാണ് കേട്ടോ. ഭ്രാന്തൻ ഇതൊക്കെ ചെയ്യുമല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ മനസ്സ് ഈ ഏതെങ്കിലും ഒന്നിൽ മാത്രം ലഭിക്കുമ്പോഴാണ് ഭ്രാന്തുണ്ടാവുക. ഭ്രാന്ത് വെച്ചാൽ ഒരു അബ്നോർമലായ പ്രത്യേക ഭ്രാന്താവുക അല്ലേ. നമ്മൾ മാനസികമായിട്ടൊക്കെ എല്ലാവരും നോർമലാകുമ്പോൾ ഭ്രാന്തില്ലാതെ ഏതെങ്കിലും ഒരു ഭാവം അബ്നോർമലായാൽ നമുക്ക് എന്തായി? ഭ്രാന്തായി ഇല്ലേ. ആ ഒരു അബ്നോർമാലിറ്റി ഭക്തനുണ്ട്. പക്ഷെ അത് എന്താ അബ്നോർമാലിറ്റി? ആരോടാണ്? ഭഗവാനോടാണെന്ന് മാത്രമേ വ്യത്യാസം. ഭഗവാന്റെ കാര്യം വന്നാൽ അവിടെ മനസ്സ് ഏകമുഖമാവുന്നു. അത് ഈ ഭാവങ്ങളിലൊക്കെ എത്തുന്നു. പക്ഷേ മനസ്സിലായില്ലേ? ഇപ്പം ഏവം ഭൂതമനോജ്ഞത നവസുധ നിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പരജിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം സദ്യ പ്രേരയതേ മതിമദയതേ രോമാഞ്ചയതി അംഗകം വ്യാസിഞ്ചത്യഭി ശീതബാഷ്പ വിസരൈ ആനന്ദമൂർച്ഛോദ്ഭവൈ. ബാഷ്പവിസരൈ എന്നാണ് ഇതിലുള്ളത്. ബാഷ്പവിസരിച്ച ബാഷ്പം തന്നെ അർത്ഥമുള്ളൂ. കണ്ണീരിൽ ആറാടിക്കുക, കണ്ണീരിൽ മുഴുകുക എന്നൊക്കെ അർത്ഥം ആശയം. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ ആശയം മനസ്സിലായില്ലേ? ഇല്ലേ? ഭക്തൻ്റെ അവസ്ഥയാണ്. അതൊന്ന് വായിച്ചോളൂ ശ്ലോകം. അപ്പോൾ ഭക്തിയുടെ മഹത്വം വർണ്ണിച്ചു. ഇനി അടുത്ത് ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം. ഇതിൽ ഏതിനാണ് പ്രാധാന്യം എന്നാണ് അടുത്ത ശ്ലോകത്തിൽ വിവരിക്കാൻ പോകുന്നത്.
ഏവം പൂതതയാ ഹി ഭക്തിരഭിഹിതോ യോഗ സയോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ഭൃശോത്തമതരോ യോഗീശ്വരൈർഗായത്തെ ഗീയത്തെ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മിക ഭക്തി നിശ്രമമേവ വിശ്വപുരുഷൈർ ലഭ്യാ രമാവല്ലഭ. ഏവം ഭൂതതയാ ഹി ഭക്തിരഭിഹിതോ യോഗഃ. ഭക്തിരഭിഹിതോ യോഗഃ. ഭക്തി എന്ന പേരോടുകൂടിയ യോഗം, ഭക്തി എന്ന അഭിധാനത്തോടുകൂടിയ യോഗം, ഭക്തി യോഗം. ഇപ്രകാരമുള്ള ഏവം ഭൂതതയാ, ഇപ്രകാരമെല്ലാമുള്ള ഭക്തി എന്ന യോഗം. യോഗ യോഗദ്വയാത്, രണ്ട് യോഗങ്ങളിൽ നിന്ന്. യോഗദ്വയം രണ്ട്, ദ്വയച്ച രണ്ട്. യോഗദ്വയം എന്ന് പറഞ്ഞാൽ രണ്ട് യോഗങ്ങളിൽ നിന്ന്. ഏതാ രണ്ട് യോഗം? കർമ്മജ്ഞാനമയാത് യോഗദ്വയാത്. കർമ്മം ജ്ഞാനം എന്ന രണ്ട് യോഗങ്ങളിൽ നിന്ന്, യോഗങ്ങളെക്കാൾ. ഭൃശോത്തമതരോ, ഉത്തമതരം, ഏറ്റവും ഉത്തമതരമാണ്. ഭൃശോത്തമതരവും ഏറ്റവും ഉത്തമതരമാണ്. ഏത്? ഭക്തി യോഗം. ഏതിൽ നിന്ന്? ജ്ഞാന കർമ്മയോഗങ്ങളെക്കാൾ ഏറ്റവും ഉത്തമതരമാണ് ഭക്തി യോഗം. ഉത്തമതരം, ഉത്തമം. ഇപ്പോൾ ഈ നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പഠിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് എന്നൊക്കെ പഠിക്കുമല്ലോ. അതുപോലെ സംസ്കൃതത്തിലുണ്ട് ഉത്തമം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഡിഗ്രിയാണ് ഉത്തമം. ഉത്തമ തരം എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ഉത്തമ തമം എന്ന് പറഞ്ഞാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ ഉത്തമ തരം എന്നാണ് ഉപയോഗിച്ചത്. അപ്പോൾ മറ്റേതിനേക്കാൾ നല്ല വരിക. കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ എപ്പോഴും കമ്പയർ ചെയ്യുമല്ലോ, ഒന്നിനേക്കാൾ മറ്റൊന്നെന്നല്ലേ പറയാം. അപ്പോൾ ഇവിടെ ജ്ഞാന ഭക്തി യോഗങ്ങളെക്കാൾ, അല്ല, ജ്ഞാന കർമ്മയോഗങ്ങളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഏതാണ്? ഭക്തിയോഗമാണ്. ഭക്തി എന്ന പേരോടുകൂടിയ യോഗമാണ്. ഏവം ഭൂതതയാ ഹി ഭക്തിരഭിഹിതോ യോഗ സയോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ഭുജോത്തമതരോ. ഇതാരാ പറയണത്? യോഗീശ്വരൈർഗീയതേ. യോഗീശ്വരന്മാർ പാടുന്നു, പറയുന്നു. ഗീയതേച്ച ഗാനം ചെയ്യുന്നു. യോഗീശ്വരന്മാരാണ് ഇത് പറയുന്നത്. അവർക്കത് പറയാൻ അർഹതയുണ്ട്. എന്താ യോഗീശ്വരന്മാർക്കുള്ള അർഹത? അവർ യോഗി ഏത് മാർഗത്തിലാണ് പോവുക? ജ്ഞാനമാർഗത്തിലാണ് പോവുക. അവർ ധ്യാനത്തിലൂടെ ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണ് യോഗികൾ. ഈ ജ്ഞാനമാർഗം എന്ന് പറയുന്നത് ഏറ്റവും ദുഷ്കരമായിട്ടുള്ളതാണ്. ഇതെന്നെ പറയുന്നത് നീ പറയും, ഈ ഉപനിഷത്തിൽ പറയാ, ഈ ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നത് ഈ ക്ഷുരസ്യധാരയിലൂടെ നടക്കുന്ന പോലെയാന്ന് പറയും. ക്ഷുരസ്യധാര എന്ന് പറഞ്ഞാൽ കത്തി, ക്ഷുരച്ച കത്തിയാണ്. ആ കത്തിയുടെ വായ്ത്തല എന്ന് പറഞ്ഞാൽ മൂർച്ചയുടെ ഭാഗത്ത് അതിൻ്റെ വീതങ്ങനെ നടക്കുന്നത് പോലെ വളരെയേറെ പ്രയാസമുള്ള ഒന്നാണ് ജ്ഞാനയോഗം എന്ന് ആർക്കറിയാം? യോഗികൾക്ക് അറിയാം. മനസ്സിലായോ? കർമ്മയോഗം ക്ലേശകരം ആണെന്ന് നമുക്കൊക്കെ അറിയുകയും ചെയ്യാം. അപ്പോൾ കർമ്മയോഗത്തെക്കാളും ജ്ഞാനയോഗത്തെക്കാളും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാർഗം ഭക്തി മാർഗമാകുന്നു എന്ന് മഹർഷിമാരായിട്ടുള്ള ആളുകൾ
അറിവുള്ള ആളുകൾ പറഞ്ഞു കേൾക്കുന്നു. അതാണ് ആദ്യത്തെ രണ്ട് വരിയുടെ ആശയം. ഏവം ഭൂതതയാ ഹി ഭക്തിരഭിഹിതോ യോഗ സയോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ഭൃശോത്തമതരോ യോഗീശ്വരൈർഗീയതേ സൗന്ദര്യൈകരസാത്മകേ തവ ഖലു ത്വയി ഖലു ത്വയി അങ്ങയിൽ സൗന്ദര്യാത്മരസാത്മകേ ത്വയി ഖലു സൗന്ദര്യരസം ആത്മാവായിട്ടുള്ള സൗന്ദര്യരസം ആത്മാവായിട്ടുള്ള വെച്ചാൽ അകത്തും പുറത്തും സുന്ദരനായിട്ടുള്ള ആൾ എന്നർത്ഥം. സൗന്ദര്യ സാരസർവസ്വമായിട്ടുള്ള അങ്ങയിൽ പ്രേമപ്രകർഷാത്മിക ഭക്തി, പ്രേമത്തിന് പ്രകർഷം നൽകുന്ന ഭക്തി. പ്രേമത്തിന് പ്രകർഷം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മേന്മ. പ്രകർഷം, ഉത്കർഷം എന്നൊരു വാക്ക് കേട്ടിട്ടില്ലേ? അതേപോലെ ഒരു വാക്കാണ് പ്രകർഷം. ഇപ്പം പ്രകർഷം വെച്ചാൽ പ്രകാരേണ കർഷതി, ഇത് പ്രകർഷ എന്നാണ് വരിക, ശ്രേഷ്ഠത. അപ്പോൾ പ്രേമപ്രകർഷം, പ്രകർഷമായ പ്രേമം, ശ്രേഷ്ഠമായ പ്രേമം. പ്രേമപ്രകർഷാത്മിക ഭക്തി, അപ്രകാരമുള്ള ഭക്തി, പരമമായ പ്രേമം പ്രകടമാക്കുന്ന ഭക്തി. ആരോട്? ത്വയി, അങ്ങയോട് ഉള്ള ഭക്തി. നിശ്രമം, എളുപ്പത്തിൽ അനായാസമായിട്ട് കിട്ടുന്നതാണ്. നിശ്രമം വെച്ചാൽ ശ്രമം കൂടാതെ. ശ്രമം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അധ്വാനം. അധ്വാനം കൂടാതെ ലഭിക്കുന്നതാണ് അങ്ങയോടുള്ള ഭക്തി. എങ്ങനെയുള്ള അങ്ങയോട്? പ്രേമപ്രകർഷം, പരമമായ പ്രേമസ്വരൂപനായി വിലസുന്ന അങ്ങയോടുള്ള ഭക്തി വളരെ അനായാസമായിട്ട് ലഭിക്കുന്നതാണ്. സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മിക ഭക്തി നിശ്രമമേവ വിശ്വഹൃദയൈ. ആർക്ക് കിട്ടും അങ്ങയോടുള്ള ഭക്തി? എല്ലാവർക്കും. വിശ്വഹൃദയം, വിശ്വഹൃദയം വെച്ചാൽ ലോകത്തിലുള്ള എല്ലാവർക്കും കിട്ടുന്ന ഭക്തി യോഗം എല്ലാവർക്കും കിട്ടുന്ന ഒന്നാണ്. ജ്ഞാനയോഗം എല്ലാവർക്കും കിട്ടുന്നതല്ല, അത് അപൂർവമായിട്ടുള്ള ആളുകൾക്കേ കിട്ടുള്ളൂ. കർമ്മയോഗം എല്ലാവർക്കും സാധിച്ചൊന്നും വരില്ല. ഭക്തിയാണെങ്കിൽ ഇത് മുടന്തനായാലും അവശനായാലും തളർവാദം പിടിച്ച് കിടക്കുന്നവനായാലും ആർക്കായാലും ഭക്തി യോഗം വിശ്രമം, ഒരു പ്രയാസം കൂടാതെ കിട്ടും. ഒന്നാലും പറഞ്ഞ പോലെ നാവ് ഒന്നേ വേണ്ടൂ എന്നാണ്. ഇതിന് ഭക്തിക്ക് എന്തേ വേണ്ടൂ? നാവ് മാത്രമേ വേണ്ടൂ. ആ നാവിന് ജപിക്കാനുള്ള ശക്തി ഉള്ളേടത്തോളം കാലം, അല്ല മനസ്സിന് ഭാവന ചെയ്യാൻ കഴിയുന്നിടത്തോളം കാലം ആ ഭക്തി പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന ഭക്തി ഏതാണ്? വിശ്രമം. വിശ്രമം വെച്ചാൽ എന്താ അർത്ഥം? അനായാസം, ശ്രമം കൂടാതെ, അധ്വാനം കൂടാതെ കിട്ടുന്നതാണ് അങ്ങയോടുള്ള ഭക്തി, അങ്ങയോടുള്ള പ്രേമസ്വരൂപമായ ഭക്തി. മനസ്സിലായില്ലേ? വിശ്രമമേവ വിശ്വപുരുഷൈ, വിശ്വപുരുഷന്മാർക്ക് വെച്ചാൽ ലോകത്തിലുള്ള എല്ലാവർക്കും ലഭിക്കുന്നു. രമാവല്ലഭ സംബോധനയാണ്. രമയുടെ ഭർത്താവായിട്ടുള്ളവനെ. രമ ലക്ഷ്മി ദേവിയുടെ വല്ലഭനായിട്ടുള്ള ആളാണ്. അപ്പം മനസ്സ് ഒന്നേ വേണ്ടൂ എന്തുണ്ടാവാൻ? നിശ്ചർമ്മമായ പ്രേമം ഭഗവാനിൽ ഉണ്ടാവാൻ. ഏവം ഭൂതതയാ ഹി ഭക്തിരഭിഹിതോ യോഗ സയോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ഭൃശോത്തമതരോ യോഗീശ്വരൈർഗീയതേ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മിക ഭക്തിർ നിശ്രമമേവ
ലഭ്യോ രമാവല്ലഭ. അപ്പോൾ വിശ്രമം ഭക്തി ലഭിക്കും. ആർക്ക്? എല്ലാവർക്കും. എങ്ങനെയുള്ള ആരോട് ലഭിക്കും? ആരോടാ? ഉപയോഗിച്ച വാക്ക് ഏതാന്ന് പറഞ്ഞു തരുമോ എനിക്ക്? സൗന്ദര്യൈക രസാത്മകനായ അങ്ങയോട്. എങ്ങനെയുള്ള ഭക്തി? പ്രേമപ്രകർഷാത്മികമായ ഭാവമുണ്ടായാൽ അതെന്തായി? ഭക്തിയായി, ഉത്തമ ഭക്തിയായി. ആ ഭക്തിയുള്ളവർക്ക്, അത് എല്ലാവർക്കും ഭക്തി ലഭിക്കാൻ വിഷമമില്ല. ഏവം മനസ്സിലായി നോക്കൂട്ടോ. ഏവം ഭൂതതയാ ഹി ഭക്തിരഭിഹിതോ യോഗ സ്വയോഗദ്വയാത് കർമ്മജ്ഞാനമയാത് വൃഷോത്തമതരോ യോഗീശ്വരേ ഗീയതേ. ഇവിടെ പുരുഷോത്തമം തന്നെ ഉപയോഗിച്ചുള്ളത്. പുരുഷോത്തരം എന്നല്ല, പുരുഷോത്തമം തന്നെ ഏറ്റവും സൂപ്പർലേറ്റീവാണ്. പുരുഷോത്തമതരോ യോഗീശ്വരേ ഗീയതേ. സൗന്ദര്യൈക രസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മിക ഭക്തിർ നിസ്സർവമേവ വിശ്വപുരുഷൈർ ലഭ്യാ രമാവല്ലഭ. മനസ്സിലായില്ലിപ്പോൾ? രമാവല്ലഭൻ, ലക്ഷ്മി വല്ലഭൻ. ലക്ഷ്മിക്ക് ഒരു പ്രത്യേകത കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചില്ലേ നമ്മൾ? എന്താ പ്രത്യേകത? ലക്ഷ്മി ചെല്ലില്ല, ചാപല്യമുള്ളതാണ് ലക്ഷ്മി. മനസ്സിന് പറയും, വനമാല വ്യാഖ്യാനത്തിൽ അങ്ങനെ ഒരു പോയിന്റ് പറയുന്നുണ്ട്. മനസ്സിൻ്റെ സ്വഭാവം എന്താ? മനസ്സും ലക്ഷ്മി ദേവിയും തമ്മിൽ ഒരു ബന്ധമുണ്ടോ? മനസ്സിന് അത്തരം സ്വഭാവമുണ്ടോ? ചഞ്ചലല്ലേ മനസ്സ്? ചഞ്ചലം ഹി മനഃകൃഷ്ണ എന്നൊരു പ്രയോഗം തന്നെയുണ്ട്. മനസ്സിൻ്റെ സ്വഭാവം ഉറച്ചു നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഒന്ന്. ആ ചഞ്ചലത്വമുള്ള ഭക്തന്മാർക്ക് പോലും സ്ഥിരത ലഭിക്കുന്നു ഭഗവാനിൽ ഭക്തിയുണ്ടായാൽ. അപ്പോൾ ചഞ്ചലമായ മനസ്സിനെ പോലും അചഞ്ചലമാക്കാൻ ആര് സഹായിക്കുന്നു? ഭക്തി സഹായിക്കുന്നു. വായിച്ചോളൂ. Viశ్వపురుషై